എല്ലാവർക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. എനിക്ക് അവരോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അവരൊരു എക്സ്പെക്റ്റേഷനോട് കൂടിയായിട്ടായിരിക്കും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തത്. അപ്പോൾ അവർക്ക് എന്തായാലും ഞാൻ ഉറപ്പ് കൊടുക്കണം, ഒരിക്കലും എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താമെങ്കിൽ നിങ്ങൾക്കും കടമില്ലാതെ ജീവിക്കാൻ പറ്റുന്നു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എനിക്ക് പണ്ടേ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പേടിയുള്ള ഒരു സംഭവമായിരുന്നു. ഞാൻ എപ്പോഴും കൊച്ചിലേ ഞാൻ വിചാരിക്കും കടം വാങ്ങാൻ പാടില്ല, പൈസ ഉണ്ടാക്കണം, അങ്ങനെ. അപ്പോൾ വിഷുവിനൊക്കെ എനിക്ക് പൈസ കിട്ടുന്ന സമയത്ത് വിഷുക്കൈ നീട്ടൊക്കെ കിട്ടണം. അപ്പോൾ അത് ഞാനതൊക്കെ കൂട്ടി വയ്ക്കും, ചിലവാക്കുകയില്ല. എനിക്ക് ആ പൈസ എൻ്റെ കയ്യിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോഴും മനസ്സിനൊരു സന്തോഷമാണ്. കോയിൻസ് പണ്ട് കുട്ടിയിലൊക്കെ കോയിൻസ് നമുക്ക് കിട്ടുക, 1 രൂപ 2 രൂപ. അതുപോലെ ഞാൻ ശേഖരിച്ച് വെച്ച് ഒരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങുക. പ്രത്യേകിച്ചും അന്ന് കാലത്ത് ഹോട്ടലിൽ പോയിട്ട് അമ്മാവന്മാരുണ്ടെങ്കിൽ അമ്മാവന്മാരോട് വടയോ കച്ചായം, പണ്ടത്തെ നല്ല സാധനമാണല്ലോ, ചായക്കടിയാണ് കച്ചായം, അതൊക്കെ വൈകിട്ട് വാങ്ങിയിട്ട് വരാൻ പറയുക പൈസയ്ക്ക്. അങ്ങനെ കൊച്ചു മുതലേ എനിക്ക് പൈസ സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ വിഷു കഴിഞ്ഞിട്ട് അതോടുകൂടി കഴിയുകയും ചെയ്യും. നിങ്ങൾക്കും അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ വിഷു കഴിഞ്ഞിട്ട് കിട്ടിയത്? ചിലവർ അപ്പം തന്നെ, എൻ്റെ അനിയനൊക്കെ അപ്പം തന്നെ അന്ന് തന്നെ അത് ചിലവാക്കി കഴിയും. ഞാനത് സൂക്ഷിച്ച് വെക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ആ ഒരു ശീലങ്ങൾ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുക, നമ്മളെങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ. അത് വളർന്നു വന്ന് ജോലി കിട്ടിയപ്പോഴും ഞാൻ കടം എന്ന് പറയുന്ന ഒരു സാധനത്തിനോടും ഒരു സാധനം ഞാൻ വാങ്ങില്ല. എനിക്കത് നിർബന്ധമായിരുന്നു, ഒരാളോടും കടം വാങ്ങരുത്, കടം വാങ്ങാതെ ജീവിക്കണം. അതിനു വേണ്ടി ഞാൻ എൻ്റെ ആവശ്യങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ പൈസ ചിലവാക്കാറുള്ളൂ. അനാവശ്യമായ ഒരു കാര്യങ്ങൾക്കും ഞാൻ പൈസ ചിലവില്ല. പകരം കുറച്ച് പൈസയാണെങ്കിലും അത് സൂക്ഷിച്ച് വെക്കുക. എൻ്റെ പേഴ്സിൽ തന്നെ ഒരു നല്ല പേഴ്സൊക്കെ വാങ്ങി ആ പേഴ്സിൽ പൈസ സൂക്ഷിച്ച് വെക്കാനാണ് എനിക്കിഷ്ടം. അത് എന്നും ചിലപ്പോൾ ദിവസം രാത്രികളിൽ അല്ലെങ്കിൽ ഒന്നരാടം രാത്രികളിൽ ആ പുത്തൻ നോട്ടുകളായിരിക്കും. ഞാൻ പഴയ നോട്ടുകളൊക്കെ കൊടുത്ത് പുതിയ നോട്ടുകൾ വാങ്ങി ഞാൻ അത് എടുക്കുകയില്ല, എന്ത് വന്നാലും. അതായത് ഞാനൊരു 1998 എനിക്കൊരു 1200 രൂപ, 1200 രൂപയായിരുന്നു എൻ്റെ സാലറി. ഞാനൊരു അക്കൗണ്ട്സ്, ഒരു ഫുട്വെയർ ഏജൻസിയുടെ അക്കൗണ്ട്സ് നോക്കുന്ന ഒരു ജോലിയായിരുന്നു എനിക്കെന്ന്. അതുകൊണ്ട് ഹസ്ബൻഡ് എന്തെങ്കിലും അയച്ചു തരും. അതൊക്കെ വെച്ച് ഞാൻ ഒരു മാസം 1000 രൂപയെങ്കിലും ഞാൻ എടുത്തു വയ്ക്കും. പുതിയ നോട്ടുകളാക്കി, പുതിയ നല്ലൊരു പേഴ്സ്. ആ പേഴ്സ് എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നതല്ല, അത് ബ്യൂറോയിൽ വെക്കുന്നതാണ്. എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ അതിങ്ങനെ എണ്ണി നോക്കുമ്പോഴൊക്കെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ 1000 കൂട്ടി വെച്ച് എന്ത് വന്നാലും നമുക്ക് എമർജൻസി, അങ്ങനെ അസുഖങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊന്നും ഈശ്വരാനുഗ്രഹം കൊണ്ടില്ല. നമുക്ക് അതൊക്കെ വരുമ്പോൾ എന്തായാലും ചിലവാക്കണമല്ലോ. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ലോൺ എടുത്തിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ നിൽക്കില്ലായിരുന്നു. എനിക്കറിയാം ലോൺ എടുത്താൽ എനിക്കതൊരു ടെൻഷനായിരുന്നു. അയ്യോ മാസം ഇത്ര രൂപ കൊടുക്കണ്ടേ എന്നൊക്കെയുള്ളത്. എനിക്ക് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ആരെങ്കിലും എന്താ പറയുക, നറുക്കിനോ അല്ലെങ്കിൽ LICയിൽ ചേരാനോ അങ്ങനെ മാസം കൊടുക്കുന്ന ഒരു പരിപാടിക്കും ഞാൻ നിൽക്കില്ല. അത് എനിക്ക് ഒരുപാട് ടെൻഷൻ തരുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള പൈസ സേവിങ്സ് ഞാൻ എൻ്റെ കയ്യിൽ വയ്ക്കും. അതൊരു 10,000 ആകുമ്പോൾ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് അന്നും എൻ്റെ ശീലം, ഇന്നും എൻ്റെ ശീലം അതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ എത്ര സാലറി വാങ്ങുന്ന ആളായാലും ശരി, ഒരു 15,000 സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കടബാധ്യത ഇപ്പം നിലവിലുണ്ടെങ്കിലും നിങ്ങൾ കടം കൊടുത്തു തീർക്കുന്നതിനോടൊപ്പം 1000 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ സേവ് ചെയ്യണം. അതുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരിക്കലും ആ പൈസ എന്ത് അത്യാവശ്യം വന്നാലും നിങ്ങൾ എടുക്കരുത്. അങ്ങനെ നിങ്ങൾ കുറച്ച് ഒരു വർഷം നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കും. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത്ര പൈസ എൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ 10,000 രൂപയെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഒരു സന്തോഷം, ഒരു കോൺഫിഡൻസൊക്കെ നമ്മൾക്ക് കിട്ടും. അത് അത്ര
അത്യാവശ്യം നമ്മുടെ വീട്ടിലെ അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ എന്തെങ്കിലും അസുഖം വന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ആ പൈസ എടുക്കാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെ ആയിരുന്നു, അതിന് വേണ്ടിയാണ് വെച്ചത്. കാരണം ഭർത്താവ് ഗൾഫിലായിരുന്നു ആ സമയത്ത്, ഞാനും 2 കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഒരാളോട് കടം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്, മടിയാണ്. ഒരിക്കലും കടം ചോദിക്കാനുള്ള അവസ്ഥ വരുത്തരുത് എന്ന് മാത്രമേ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുള്ളൂ. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഈശ്വരൻ അതെനിക്ക് എൻ്റെ ആഗ്രഹം നടത്തി തന്നിട്ടുണ്ട് കേട്ടോ. മുഴുവൻ ഈശ്വരനെ ഏൽപ്പിക്കും വേണ്ട, പക്ഷെ നമ്മൾ സ്ട്രോങ് ആയ ഒരു തീരുമാനം എടുത്താൽ മതി. പിന്നെ കുറച്ചൊക്കെ ഈശ്വരാനുഗ്രഹവും വേണമല്ലേ. നമ്മൾ വിചാരിച്ചത് തന്നെ എല്ലാം നടക്കണമെന്നൊന്നുമില്ലേ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എമർജൻസിക്ക് മാത്രമേ ആ പൈസ എടുക്കുള്ളൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഒരു കുറച്ച് പൈസ കയ്യിലാവുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാവും, നമ്മുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടല്ലോ. കടം കൊടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത്, കടം കൊടുത്തിട്ടല്ല അറിയാതെ പറഞ്ഞാൽ, ലോൺ എടുത്ത് ഒരു സാധനം നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു സാധനങ്ങളും വാങ്ങാതിരിക്കുക. നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ച് സേവ് ചെയ്ത ഈ പൈസ കൊണ്ട് വാങ്ങുന്നതാണ്, ബൈക്കാണെങ്കിലും TV ആണെങ്കിലും എന്താണെങ്കിലും വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ സ്കൂട്ടിയൊക്കെ വാങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കലും ലോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ പൈസ ശേഖരിച്ച് വെച്ച് ഒരു എമൗണ്ട് ആകുമ്പോഴാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ വാങ്ങുക. ഇവിടെ 50,000 രൂപയുടെ സ്കൂട്ടി എടുക്കണമെങ്കിൽ നമ്മളൊരു 3 കൊല്ലം 4 കൊല്ലം കൊണ്ട് അതിന് കൊടുക്കേണ്ടത് ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്താണ്. ആ 50,000 രൂപ നമ്മൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് വാങ്ങാമല്ലോ. എന്തിനാണിപ്പോൾ ഇത്രയും പലിശ കൊടുത്ത്? ഇത്ര അത്യാവശ്യ കാര്യം എന്താണ്? കുറച്ചൊക്കെ നമ്മൾ ബസ്സിൽ പോവുക, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കടമില്ലാതെ ജീവിക്കുക. ഏറ്റവും വലിയൊരു സമാധാനം പറയുന്നത് കടമില്ലാതെ ഇരിക്കുക എന്നുള്ളത്. കടബാധ്യത ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എത്ര ഒരു 70% ഫ്രീ ആവും, മനസ്സമാധാനം കിട്ടും, രാത്രി ഉറങ്ങാൻ പറ്റും. അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമായിരുന്നു. രാത്രി ഉറങ്ങണമെങ്കിൽ ആർക്കും 5 പൈസ കടം ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ സർവ്വശക്തി നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് എൻ്റേത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കീപ്പ് ചെയ്തതുകൊണ്ടായിരിക്കും, അങ്ങനെ ഞാൻ ചിന്തിച്ചത് കൊണ്ടായിരിക്കും ഈ ഒരു കാര്യം ഞാനിങ്ങനെ എന്നും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇന്നും എനിക്ക് 5 പൈസ കടമില്ല. ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങാതെ ഞാൻ സമാധാനമായി രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഇപ്പം ഇനി ജോലിയിൽ കയറുന്ന കുട്ടികൾ, ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കിട്ടിയ പൈസ മുഴുവൻ ചിലവാക്കരുത്. നിങ്ങൾ UPI ഒന്നും കണക്ട് ചെയ്യാത്ത ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളത് മാറ്റണം. ഒരു 5,000 ആണെങ്കിൽ 5,000 അല്ലെങ്കിൽ 10,000 ആണെങ്കിൽ പറ്റും. അതുണ്ടെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇപ്പോൾ ഓൾറെഡി കടമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു ചെറിയ ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറ്റിയത്, അവർ മാസം ഒരു എമൗണ്ട് മാറ്റി വെക്കണം. അതുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. 1 വർഷം കഴിയുമ്പോൾ 5,000 രൂപ നിങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് 60,000 രൂപയാണ് നിങ്ങൾക്ക് സ്വന്തം എന്ന് പറഞ്ഞത്. അത് 1, 2, 3 വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ശേഖരിച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നും. ഇനിയും അക്കൗണ്ടിൻ്റെ ബാലൻസ് വർദ്ധിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വരുന്നത് നമുക്ക് മനസ്സിലാകും. കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണ്, അല്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്, അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ നമ്മളത് അനുഭവിക്കണമെങ്കിൽ കൂടുതൽ കടബാധ്യത വരുത്താതിരിക്കുക, അതിനുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുക. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം കടം വാങ്ങുക. അല്ലാതെ കടം തരാൻ ബാങ്ക് ഉണ്ട് അല്ലെങ്കിൽ ആളുണ്ട് എന്ന് വിചാരിച്ച് നല്ല കൊള്ളപ്പലിശയ്ക്ക് തരാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും. കടം വാങ്ങിയിട്ട്, സാധനങ്ങൾ വാങ്ങിയിട്ട് രാത്രി ഉറങ്ങാതെ കടന്നിട്ട് വല്ല സമാധാനവും വല്ല സന്തോഷവും ഉണ്ടാകും. അതിനേക്കാളും നമ്മുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല സന്തോഷമായി ജീവിക്കാൻ, സമാധാനമായി ജീവിക്കാനുള്ള വഴിയിലൂടെ നമ്മൾ പോവുക. ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിയിൽ കയറാനുള്ളവരും ജോലിയിൽ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നവരും കുട്ടികൾ ശ്രദ്ധിക്കുക. എപ്പോഴും നിങ്ങൾ മാസം ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുക. ബാക്കി നിങ്ങൾ ചിലവാക്കിക്കോ. ബാക്കി നിങ്ങൾ എന്ത് വേണം, ജീവിതം കുറച്ചൊക്കെ അടിച്ചു പൊളിക്കുകയൊക്കെ വേണം, വീട്ടിൽ കൊടുക്കണം, അമ്മയ്ക്കും അച്ഛനും കൊടുക്കണം, അതൊക്കെ വേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം നിങ്ങളുടെ കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ കൂടുതൽ
ഇനിയും നല്ല വിശേഷങ്ങളുമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ അമ്മയച്ഛന്മാർ കാണുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇത് പ്രത്യേകിച്ച് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ സന്തോഷം, എല്ലാവരും കടമില്ലാതെ എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആരും കടമില്ല ഇപ്പോൾ കടയെല്ലാം തീർന്നു എന്നുള്ള കമൻറ്റ് കഴിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ എഴുതണം. അത് എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട്. ആ കമൻറ്റ് വരുന്ന ഒരു സമയം എനിക്കത് കാണണം. നിങ്ങൾ കമൻറ്റ് ചെയ്തത് എനിക്ക് കാണണം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും. നിങ്ങളെല്ലാവരും സന്തോഷമായി ഇരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.